അത്യുന്നതനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരുളപ്പാട് നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവിടുന്ന് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. രക്ഷിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായ കാര്യം എന്താകും? ദൈവം പ്രസാദിക്കുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുക എന്നുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനുമാണ്. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവശ്യപ്പെടുകയാണ്. ദൈവം അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ദൈവം ഇഷ്ടപ്പെടേണ്ട കാര്യങ്ങളാണല്ലോ വിശ്വാസികൾ ചെയ്യേണ്ടത്. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്താൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരുവെഴുത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം. പല കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു കാര്യമാണ് നമ്മളിവിടെ ചിന്തിച്ചത്: രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. സാധാരണഗതിയിൽ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി മാത്രമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ഒരു ചെറിയ കൂട്ടത്തിനു വേണ്ടി പ്രാർത്ഥന ഒതുക്കി നിർത്താതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി, നമ്മൾ പോയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന്. എന്തിനാണ് ലോകത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നാം ഭക്തിയോടും ഘനത്തോടും സ്വസ്ഥതയോടും കൂടി ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ്സ് ജീവിക്കുവാൻ വേണ്ടി. ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരിക്കുന്നവരെ വിമർശിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒരു രാജ്യത്തെ സ്വാധീനിക്കുവാൻ, രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ സ്വാധീനിക്കുവാൻ തീർച്ചയായും നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. അത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പാണ്. വിശേഷാൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അധികാരസ്ഥന്മാർക്കും രാജാക്കന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷപാതവും യാചനയും പ്രാർത്ഥനയും സ്തോത്രവും ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവും ആയവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വയ്ക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ഈ ദിവസങ്ങളിൽ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും നമുക്കും വേണ്ടി മാത്രം കഴിക്കുന്ന പ്രാർത്ഥനയുടെ വലയം നമുക്ക് വിശാലമാക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും ഭാഷകളെയും വംശങ്ങളെയും ഉൾപ്പെടുത്തണം. ഭരിക്കുന്നത് ഏത് കക്ഷിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്താലാണ് എല്ലാ അധികാരങ്ങളും എന്ന് മനസ്സിലാക്കണം.
അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ കാര്യമാണ്. കാരണം ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിൽ ലോകത്തിലുള്ള സകലമാന മനുഷ്യരോടും ദൈവത്തിൻ്റെ മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ക്രിസ്തുവാകുന്ന സത്യത്തെ അറിയുകയും അറിഞ്ഞാൽ മാത്രം പോലെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുകയും ചെയ്യണം എന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അത് സംഭവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാക്കുറവുകൾ നിമിത്തമാകാം ദൈവം തൻ്റെ പ്രവൃത്തികൾ അയക്കുവാൻ താമസിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആയതിനാൽ അധികം പ്രാർത്ഥിക്കേണ്ടതിന് പ്രാർത്ഥനയുടെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആത്മാവിൽ ഒരുങ്ങാം. പരിശുദ്ധ പിതാവേ, പ്രാർത്ഥനയുടെ ആത്മാവിൽ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാൻ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. യേശുവേ പോലെയാകുവാൻ യേശുവിൻ